പ്രവാചകർ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ള സഹോദരിമാര് വളരെയധികം ശ്രദ്ധിച്ചൊന്ന് ആലോചിച്ചു നോക്കുക. നിന്നെക്കുറിച്ചത് പറയാൻ പറ്റുമോ? ഇന്ന് നാം ആനുകാലികമായി ഇന്നത്തെ പത്രമാധ്യമങ്ങൾ പരിശോധിച്ചു നോക്കുക. വളരെ മഹത്തമായ സംസ്കാരത്തിന്റെ പിൻഗാമികളായ പെണ്ണുങ്ങളെ നാം മുസ്ലിം സ്ത്രീകള് ഇന്ന് എല്ലാവിധ തമ്മാടിത്തങ്ങളിലും അശ്ലീലതകളിലും നിങ്ങളാ മികച്ചു നിൽക്കുന്നത്. സുബ്ഹാനല്ലാഹ്. പ്രിയമുള്ള സഹോദരിമാർ ചിന്തിച്ചു നോക്കണം. ഈ അടുത്ത് കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ നമ്മുടെ കായംകുളത്തുകാരിയായ ഷക്കീറ എന്ന് റഷീദ എന്ന് പറയുന്ന ഒരു മുസ്ലിം പെണ്ണ് ബിസ്കോളിലൂടെ പരിചയപ്പെട്ട സുനിൽകുമാർ എന്ന ഹൈന്ദവ കാമുകനെ തന്റെ വിരിപ്പിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും ഭർത്താവില്ലാത്ത സമയത്ത് തന്റെ കിടപ്പറ ആ സുനിൽകുമാറിന് വേണ്ടി ഒരുക്കി വെച്ചു കൊടുക്കുകയും ചെയ്തു. എല്ലാം കഴിഞ്ഞ ശേഷം അവൾക്ക് ഉറക്ക ഗുളിക കൊടുത്ത് ലൈംഗിക ഉത്തേജനത്തിനുള്ള മരുന്നായെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് റഷീദ എന്ന് പറയുന്ന മുസ്ലിം പെൺകുട്ടിക്ക് അത് കൊടുത്തുകൊണ്ട് അവളെ ഉറക്കിക്കിടത്തുകയും അങ്ങനെ അവളുടെ കഴുത്തിലും കാതിലും ഉണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ പെരിച്ചെറുത്തുകൊണ്ട് എല്ലാം കവർച്ച ചെയ്തുകൊണ്ട് അവൻ പോവുകയാണ്. ഇതിന്റെ ഇടയിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ തന്നെ തലയിണ കൊണ്ട് ശ്വാസം മുട്ടിച്ചുകൊണ്ട് അവളെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ. എന്തേ സംഭവിച്ചത്? അവരുടെ ഫോൺ മുഖേനമുള്ള ബന്ധമായിരുന്നു. വളാഞ്ചേരിക്കടുത്ത് നിങ്ങൾ കണ്ടില്ലയോ, ഉമൈബ എന്ന് പറയുന്ന മുസ്ലിം പെൺകുട്ടിയുടെ മൃതദേഹം ആകെ അഴുകിയ നിലയിൽ അഴുക്കുചാലിൽ നിന്ന് കണ്ടെടുത്തു. ഒരു മിസ്കോളിലൂടെ പരിചയപ്പെട്ട ഒരു കാമുകനുമായി ബന്ധപ്പെട്ടു. അവളോട് ഒരുങ്ങി വരാൻ പറഞ്ഞു. ഒരുങ്ങി വന്നു. പക്ഷെ അവന്റെ മനസ്സിലുണ്ടായിരുന്നത് ഇവളെ കഴുത്തിലുള്ള വിലപിടിപ്പുള്ള ആഭരണങ്ങൾ അത് പിടിച്ചെടുക്കലായിരുന്നു. 2 എണ്ണമായി. പ്രിയമുള്ള സഹോദരിമാരെ, ഇത് നാദാപുരം ചേലക്കാട് പ്രദേശത്ത് ഒരു മുസ്ലിം യുവതി ഗൾഫുകാരന ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്ന അന്നാണ് രാജേഷ് എന്ന് പറയുന്ന ഹൈന്ദവ കാമുകന്റെ കൂടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്ത് ലോഡ്ജിൽ തൂങ്ങി മരിച്ചത്. എന്തേ കാരണം? അമുസ്ലിമായ ചെറുപ്പക്കാരിലുള്ള ബന്ധം. ഇങ്ങനെ എത്രയെത്ര കഥകൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നു. അതല്ലേ പ്രവാചകർ പറഞ്ഞത്, ഇസ്രാ മിഅ്റാജിന്റെ രാത്രി എനിക്ക് റബ്ബ് തആല നരകം കാണിച്ചു തന്നു. ആ നരകത്തിൽ പകുതി മുക്കാലും പെണ്ണുങ്ങളാണ് ഉള്ളത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ പ്രിയമുള്ള സഹോദരിമാരെ, നിങ്ങൾക്ക് വിശുദ്ധമായ ഇസ്ലാം വളരെയധികം കൃത്യവും വ്യക്തവും യുക്തവുമായ മാർഗരേഖ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതിന് എന്നോടല്ല നിങ്ങൾക്ക് എതിർപ്പ് വേണ്ടത്, അല്ലാഹുവിന്റെ പ്രവാചകനോടും ഇസ്ലാമിനോടുമാണ്. അറിയുമോ, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വന്ന് തന്റെ പ്രിയപ്പെട്ട മകളായ ഫാത്തിമാനെ വിളിക്കുകയാണ്. നബി തങ്ങൾ അങ്ങ് പൊട്ടി കരയുന്നുമുണ്ട്. ഫാത്തിമ ബീവി ചോദിച്ചു, എന്തിനാണ് ഉപ്പാ നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? നബി തങ്ങൾ പറയുന്നു, റഅയ്തുൻ നിസാ ലൈലത ഉസ്രിയ ബി ഇല സമാഇ മിൻ ഷിദ്ദതി അദാബ്. ഇസ്രാ മിഅ്റാജിന് ഞാൻ നരകത്തിൽ വെച്ച് ഒരുപാട് പെണ്ണുങ്ങൾ വളരെ കഠിനമായ രീതിയിൽ ശിക്ഷിക്കപ്പെടുന്നത് ഞാൻ എൻ്റെ കണ്ണുകളെ കൊണ്ട് കണ്ടു. ഫാത്തിമ നോക്കൂ. ഫാത്തിമ ബീവി ചോദിച്ചു, ഏതൊക്കെ പെണ്ണുങ്ങളാ നിങ്ങൾ കണ്ടത്? നബി തങ്ങൾ പറയുന്നു, റഅയ്തു ഇംറഅതൻ മുഅല്ലഖതൻ ബിശഅരിഹാ വയുഗ്ലാ ദിമാഉ റഅസിഹാ. നരകത്തിന്റെ ഒരു താഴ്വരയിൽ ഞാൻ ചെന്ന് നോക്കിയപ്പോ ഒരുപാട് പെണ്ണുങ്ങൾ അവരെ തലമുടിയിൽ ഇങ്ങനെ തൂക്കിയിടപ്പെട്ടിരിക്കുകയാണ്. അവരുടെ തലച്ചോറ് ഇങ്ങനെ തിളച്ച് മറിയുകയാണ്, ചൂടാക്കപ്പെടുകയാണ്. അങ്ങനത്തെ ഒരുപാട് പെണ്ണുങ്ങളെ ഞാൻ കണ്ടു. പിന്നെ ഞാൻ പോയപ്പോ പിന്നെ കണ്ടത് റഅയ്തു ഇംറഅതൻ മുഅല്ലഖതൻ ബിലിസാനിഹാ. തന്റെ നാവിൽ തൂക്കിയിടപ്പെട്ട ഒരുപാട് പെണ്ണുങ്ങളെ ഞാൻ കണ്ടു. ഖദുഖ്രിജത് യദുഹാ മിൻ ലഹ്രിഹാ. ആ പെണ്ണിന്റെ കൈകൾ പിറകോട്ട് കെട്ടിയിടപ്പെട്ടിരിക്കുകയാണ്. വൽ ഖതിറാന യുസബ്ബു ഫീ ഹൽഖിഹാ. അവളെ തൊണ്ടയിലേക്ക് നല്ല ചൂടുള്ള ഒഴിച്ചിങ്ങനെ കൊടുക്കുകയുമാണ്. പിന്നെ ഞാൻ പോയപ്പോ റഅയ്തു ഇംറഅതൻ മുഅല്ലഖതൻ ഖദ് ശുദ്ദത് റിജ്ലാഹാ മഅയദൈഹാ ഇലാ നാസിയതിഹാ.
റഅസിഹാ, തന്റെ രണ്ട് കൈകളും കാലുകളും കൂട്ടി ബന്ധിക്കപ്പെട്ട ഒരു പെണ്ണുങ്ങളെ ഞാൻ കണ്ടു. വഖദ് സുല്ലിതതു അലൈഹൽ അകാരിബു വൽ ഹയ്യാത്ത്, ഉഗ്രൻ വിഷമുള്ള വിഷസർപ്പങ്ങളും തേളുകളും പാമ്പുകളുമൊക്കെ ആ പെണ്ണുങ്ങളെ വല്ലാതെ കുത്തി നോവിക്കുന്നുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് പൊന്നാര പ്രവാചകന്റെ കണ്ണുകൾ നിറയുകയാണ്. പിന്നെ ഞാൻ കണ്ടത് വറഅയ്തു ഇംറഅതൻ, വേറെ ഒരു പെണ്ണിനെ കണ്ടു. തുഖുലു ജസദഹാ വന്നാറു തുഖുദു മിൻ തഅതിഹാ, നിർബന്ധിക്കപ്പെട്ട് അവൾ സ്വന്തം ശരീരം തിന്ന് കടിച്ചു മുറിക്കുകയാണ്. അവൾക്ക് താഴെയതാ തീ ആളി കത്തിക്കപ്പെടുന്നുമുണ്ട്. വറഅയ്തു ഇംറഅതൻ, വേറെ ഒരു പറ്റം പെണ്ണുങ്ങളെ ഞാൻ കണ്ടു. സുബ്ഹാനല്ലാഹ്, തഖ്തഉ ജസദഹാ ബിമിഖറാദിൻ മിനന്നാർ, തീയിനാലുള്ള മൂർച്ചയേറിയ കടാരകളെ കൊണ്ട് കത്രികകളെ കൊണ്ട് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ മുറിക്കപ്പെടുന്ന പെണ്ണാണ്. പിന്നെ ഞാൻ വറഅയ്തു ഇംറഅതൻ, വേറെ ഒരു പെണ്ണിനെ കണ്ടു. റഅസുഹാ കറഅസിൽ ഖിൻസീർ, ആ പെണ്ണിന്റെ തലയുടെ രൂപം പൂർണ്ണമായും ഒരു പന്നിയുടെ രൂപമാണ്. വബദനുഹാ കബദനിൽ ഹിമാർ, ആ സ്ത്രീയുടെ ശരീരം മുഴുവനായും കഴുതയുടെ കോലത്തിലുമാണ്. ലഹാൽ അൽഫു നൗഇൻ മിനൽ അദാബ്, ആയിരം ശിക്ഷകളാണ് അവൾ ശിക്ഷിക്കപ്പെടുന്നത്. പിന്നെ ഞാൻ കണ്ടത് വറഅയ്തു ഇംറഅതൻ അലാ സൂറത്തിൽ കൽബി, നായയുടെ രൂപത്തിലുള്ള പെണ്ണുങ്ങളെ കണ്ടു. തദ്ഖുലുൽ അഖാരിബു വൽ ഹയ്യാത്തു മിൻ ഖുബുലിഹാ, അവരുടെ മുൻദ്വാരത്തിലൂടെ പാമ്പുകളും തേളുകളും പ്രവേശിച്ചുകൊണ്ട് വതഖ്റുജു മിൻ ദുബുരിഹാ, പിൻഭാഗത്തിലൂടെ പുറത്തു പോവുകയാണ്. വൽ മലായികതു, ആയിരക്കണക്കിന് വരുന്ന മലക്കുകളോ യദ്രിബൂന അലാ റഅസിഹാ ബിമഖാമി മിനന്നാർ, ഇരുമ്പിനാൽ ചൂടാക്കിയ തീയിനാലുള്ള ഒരുപാട് ദണ്ഡുകളെ കൊണ്ട് അവളുടെ തലകൾ അടിച്ചങ്ങ് പൊളിക്കുകയാണ്. ഇതങ്ങ് പറയുമ്പോ രണ്ട് കണ്ണും നിറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട മകളായ ഫാത്തിമ ചോദിക്കുകയാണ്, നബിയേ മാ കാനത്ത് അഅ്മാലു ഹൗലാഇ നിസാ, ഉപ്പാ നിങ്ങൾ ഈ കണ്ട ഇത്ര വലിയ കഠിന കഠോര ശിക്ഷകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പെണ്ണുങ്ങള് ദുനിയാവിൽ ഏതു തരം തെറ്റുകളാണ് ചെയ്തിരുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകർ പ്രിയപ്പെട്ട പൊന്നുമകൾക്ക് ഓരോന്ന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. മോളെ, ആദ്യം ഞാൻ കണ്ടത് അമ്മൽ മുഅല്ലഖതു ബിശഅരിഹാ, തന്റെ മൊത്തം തലമുടികളിൽ ഇങ്ങനെ തൂക്കിയിടപ്പെട്ട പെണ്ണുണ്ടല്ലോ. വയുഗലാദ്യമാവുഹാ, അവരുടെ തലച്ചോറ് ചൂടാക്കി ഇങ്ങനെ തിളക്കപ്പെടുകയാണ്, തിളച്ചുമറിയുകയാണ്. ഏതാണ് ആ പെണ്ണെന്നറിയണോ? ഫകാനതു തഖ്തമു ശഅറഹാ ലാ തഖ്തമു ശഅറഹാ മിനൽ റിജാൽ, അന്യ പുരുഷന്മാരിൽ നിന്ന് തന്റെ തലമുടി മറക്കാത്ത പെണ്ണായിരുന്നു. സഹോദരി, ഇന്ന് നിന്റെ തലയുടെ രോമങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു രോമം, ഒരു പിടി ഒരു മുടി ഒരാളെ പിടിച്ചു വലിച്ചാൽ എന്തുമാത്രം വലിയ വേദനയാണ് നിനക്കുള്ളത്. എന്നാൽ നിന്റെ മുഴുവൻ തലമുടിയിൽ നീ തൂക്കിയിടപ്പെടുമെങ്കിൽ അന്യ പുരുഷന്മാരിൽ നിന്ന് തലയുടെ രോമമുടികൾ, തലയുടെ മുടികൾ മറക്കാത്തവളായിരുന്നു. നിന്നെ കുറിച്ചല്ലയോ ഈ കണ്ടത്, നിന്നെയല്ലയോ ഈ കണ്ടത്? പിന്നെ നബിതങ്ങൾ ഫാത്തിമ ബീവിക്ക് പറഞ്ഞു കൊടുക്കുന്നത് അമ്മൽ മുഅല്ലഖതു ബിലിസാനിഹാ, തന്റെ നാവിൽ തൂക്കിയിടപ്പെട്ട പെണ്ണാരെന്നറിയണോ? ഫകാനത്ത് തൂദി സൗജഹാ ബിലിസാനിഹാ, തന്റെ ജീവിതത്തിൽ കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ട് വീട്ടുകാർക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ട് വീട്ടിലേക്ക് കയറി വരുന്ന പാവപ്പെട്ട ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞ, നാക്കുകൊണ്ട് ഭർത്താവിനെ വേദനിപ്പിച്ച പെണ്ണാണ്. അവളെയാണ് നരകത്തിൽ നാക്കിൽ തൂക്കിയിടപ്പെട്ടിരിക്കുന്നത്. എന്നിട്ടാ ശിക്ഷിക്കപ്പെടുന്നത്. മാമിൻ ഇംറഅത്തിൻ തൂദി സൗജഹാ ബിലിസാനിഹാ, മോളെ, ദുനിയാവിൽ വെച്ച് തന്റെ ഭർത്താവിനെ നാവുകൊണ്ട് ഏതൊരു പെണ്ണാണ് വേദനിപ്പിക്കുന്നത്? ഇല്ലാ ജഅലല്ലാഹു ലിസാനഹാ യൗമൽ ഖിയാമത്തി 70 ദിറാ, ആ
ആ പെണ്ണിന്റെ നാവിന് 70 മുഴം നീളമുണ്ടാകും പരലോകത്ത്. എന്നിട്ട് തന്റെ കഴുത്തിലാ നീളമുള്ള നാക്കങ്ങനെ വളച്ച് പൂട്ടപ്പെടിരിക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ പഠിപ്പിക്കുകയാണ്. എങ്കിൽ പ്രിയമുള്ള സഹോദരി ശരിക്ക് മനസ്സിലാക്കിക്കോ. പിന്നെ അള്ളാഹുവിന്റെ നിബിധങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, മാമിൻ ഇംറത്തിൻ ഖാലത് ലിസൗജിഹാ മാ റഅയ്തു മിൻക ഇല്ലാ ഖൈറാ. ഒരുപാട് കാര്യം